കാരണം ഇത്രയും നാൾ 10-35 വർഷക്കാലം ഈ സമുദായത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ വളരെ വിഷമകരമായ പല ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇന്ന് ഈ സമ്മേളനം നടക്കുമ്പോൾ പോലും ഞാൻ ആ ഭാഷ ഉപയോഗിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന രീതി എന്താണെന്ന് ഈ വേദിയിലിരിക്കുന്ന പലർക്കും അറിയാം. ബഹുമാന്യനായ GR അന്ന് ഞാൻ പറഞ്ഞു ഭാവി മന്ത്രിയാണെന്ന്. 2019 വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു. അന്ന് അതേ വേദി പങ്കിട്ട ആളാണ് ബഹുമാന്യനായ കടകംപള്ളി. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വേദി പങ്കിടുന്ന ഈ അവസരത്തിൽ പോലും ഒരുപാട് പേർക്ക് വ്യാജമായി ഒരുപാട് കത്തുകളൊക്കെ ചിലർ അയക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നത്തെ ഈ സമ്മേളനം നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരും സംസ്ഥാന സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് സമാപന സമ്മേളനമായി കുറിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷത്തേക്ക് മുന്നേ കൊല്ലം കടക്കലിൽ വെച്ച് കേരളത്തിൻ്റെ ആരാധ്യയായ ക്ഷീരവകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യുകയും അവിടുത്തെ MP-യും അതോടൊപ്പം തന്നെ അവിടുത്തെ നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ CPIM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിവിധ ഉല്ലാസ് ഗോവൂർ ഉൾപ്പെടെയുള്ള വിവിധ ഒരു നേതാക്കളുടെ വമ്പൻ നിര തന്നെ ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം നമ്മൾ ഒരു വർഷം നീണ്ട പരിപാടിയാണ് കഴിഞ്ഞ 124-ാം സമ്മേളനം 125-ാം വാർഷിക